ജൈവ കൃഷിയുടെ ഒരു ഊന്നൽ കണ്ടു. പക്ഷേ ജൈവ കർഷകരുടെ സംബന്ധിച്ചുള്ള ഈ നമ്മുടെ ഈ തന്നിട്ടുള്ള ഡോക്യുമെൻ്റ് പ്രകാരം രജിസ്റ്റേർഡ് ജൈവ കർഷകരുണ്ടോ എന്ന് വെച്ചപ്പോൾ ഇല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ആ ഒരു ക്ലിപ്സിൽ കണ്ടത് ജൈവ കൃഷി വളരെ ആഘോഷമായി നടക്കുന്നതായിട്ടാണ്. പിന്നെ ഈ കീടനിയന്ത്രണമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ടോ, ജലാശയങ്ങളൊക്കെ മലിനപ്പെടുത്തുന്നതായതുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പഞ്ചായത്ത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ സമഗ്ര നെൽകൃഷിയുടെ ഭാഗമായിട്ട് ജൈവ കീടനാശിനി, ജൈവവളം, അതുപോലെ തന്നെ കുറച്ച് രാസവളം കൊടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ എല്ലാ വർഷവും വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറമേ തന്നെ നടീൽ യന്ത്രം, കൊയ്ത്ത് യന്ത്രം, മെതി യന്ത്രം ഈ രൂപത്തിൽ നമ്മൾ പാടശേഖര സമിതിക്കാണ് കൊടുക്കുന്നത്. ഞങ്ങളുടെ പഞ്ചായത്തിൽ 33ഓളം പാടശേഖര സമിതികളുണ്ട്. ആ പാടശേഖര സമിതി മുഖാന്തരമാണ് നമ്മൾ സമഗ്ര നെൽകൃഷി മറ്റെല്ലാ കാര്യവും കൃഷിഭവനും ഉൾപ്പെട്ടുകൊണ്ട് ചെയ്യുന്നത്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ പേരിൽ അഭിമാനം കൊള്ളുന്ന ഒരു പഞ്ചായത്ത്. അവിടെ കലാ, കായിക, സാംസ്കാരിക മേഖലകളിൽ സവിശേഷമായ പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വിശദാംശം പറയുക എന്നുണ്ടെന്നു. ഇല്ല എന്ന് കണ്ടു. അതുപോലെ പൈതൃക സംരക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും പ്രത്യേക പദ്ധതികളുണ്ടോ വെച്ചു? ഇല്ല എന്നു. ഇത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എന്ന് പറയുന്ന ആ ഒരു മഹാമനുഷ്യന്റെ പേരിൽ അഭിമാനം കൊള്ളുകയും അതിനെ എടുത്തു പറയുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പിന്തുടർച്ച ആവശ്യമാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ലേ? അവിടെ കൊണ്ട് അവസാനിച്ചതാണോ അത്? അതിൽ ചെമ്പൈ വിദ്യാപീഠം എന്ന പേരിൽ അവിടെ പരിപാടി നടത്തുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ രൂപത്തിലേക്ക് ഇടപെടാതിരുന്നത്. അല്ല, അത് ഉണ്ടെങ്കിൽ പോലും പഞ്ചായത്തിൻ്റെതായ, കാരണം പഞ്ചായത്ത് എപ്പോഴും പറയുമ്പോൾ ചെമ്പൈയുടെ പേരിലാണ് പറയുന്നത്. പക്ഷേ പഞ്ചായത്തിനൊന്നും ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനം വല്ലതുണ്ടോ? ഇല്ല, ചെയ്യണ്ട എന്നുള്ള തീരുമാനം ഇല്ല. നമുക്ക് അതൊന്നും ചെയ്യാൻ കഴിയാതെ വരുന്നത് ഇന്ന് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റ് ഗവൺമെൻറ്റുമായിട്ടോ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും എയ്ഡ്സ് നേരിട്ട് വാങ്ങിക്കുക എന്നതല്ലാതെ പഞ്ചായത്തുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകാൻ വേണ്ടി അവർ തയ്യാറാവുന്നില്ല. ഞാനൊരു ചെറിയൊരു അഭിപ്രായം ഇതിൽ പറഞ്ഞാലും, അതുപോലെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം ഈ ചെമ്പൈയുടെ പേരിലുള്ള ട്രസ്റ്റുമായി തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെയില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു പഞ്ചായത്താണല്ലോ. അപ്പോൾ അവിടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിക്കൂടെ എന്നേ ചോദിച്ചുള്ളൂ. അത് നിങ്ങൾക്ക് സ്കൂളുകളിൽ കുട്ടികൾക്ക് ഈ കലാപരിപാടികൾക്ക് അല്ലെങ്കിൽ കലാ കായിക രംഗങ്ങളിൽ കൂടുതൽ പ്രാവീണ്യം നേടാനായിട്ട് അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. ഈ ടീച്ചർമാർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കാം. കുട്ടികൾക്ക് ഇതിനുള്ള ക്ലാസ്സുകളായി നടത്താം. ഇപ്പോൾ കോങ്ങാട് പഞ്ചായത്തിൽ അവർ പഞ്ചവാദ്യം പഠിപ്പിക്കുന്നുണ്ട്. പഞ്ചവാദ്യം, കഥകളി, അതുമാതിരിയുള്ള നമ്മുടെ പാരമ്പര്യ കലകൾ. അപ്പോൾ കലാ കായിക രംഗങ്ങളിൽ പഞ്ചായത്തിന് പ്രവർത്തിക്കാമെന്നുള്ളതാണ്. ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ജൂറി നൽകുന്ന മാർക്ക് അറിയാം. എന്റെ മാർക്ക് 15-ൽ 11.5, 15-ൽ 11, 10-ൽ 7, 10-ൽ 8, 10-ൽ 8. ആകെ മാർക്ക് 60-ൽ 46. ഈ പഞ്ചായത്തിനെ നിങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് GKE സ്പേസ് KTI സ്പേസ് 10-ൽ നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന മാർക്ക്. SMS ചെയ്യേണ്ട നമ്പർ 537252. വടക്കേ മലബാറിൽ സ്ത്രീകൾ മാത്രം കെട്ടിയാടുന്ന തെയ്യങ്ങളുണ്ട്. ദേവക്കൂത്ത്. പുരുഷന്മാർ കെട്ടിയാടുന്ന മിക്ക തെയ്യക്കോലങ്ങളും അമ്മദൈവങ്ങളാണ്. കടും ചുവപ്പിൽ ഉറഞ്ഞാടുന്ന ഈ ദൈവങ്ങൾ വെയിൽ കത്തി നിൽക്കുന്ന ചുവന്ന പാടങ്ങളല്ലാതെ മറ്റെന്താണ്? പ്രകൃതിയെ ആരാധിക്കുക എന്ന പാരമ്പര്യം കൈമോശം വരാതെ കാത്തുസൂക്ഷിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ മറ്റൊരു അധ്യായത്തിനു കൂടി ഇവിടെ തിരശ്ശീല വീഴുന്നു. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസ്. നമുക്ക് സ്വാഗതം ചെയ്യാം തൃശൂർ ജില്ലയിലെ ആളൂർ ഗ്രാമപഞ്ചായത്തിനെ. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്കാണ് ഇതിൽ ഞങ്ങൾ ഊന്നൽ നൽകിയിട്ടുള്ളത്. ഈ പഞ്ചായത്ത് ഞങ്ങൾക്കൊരു തടയണ നിർമ്മിച്ചു തന്നിട്ടുണ്ട്. എല്ലാം വലിയ കോട്ട പോലെ കരിങ്കൽ മതിൽ കെട്ടിയാണ് ഈ ചെറയെ സംരക്ഷിക്കുന്നത്. മൃഗസംരക്ഷണത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല. നമുക്ക് സ്വാഗതം ചെയ്യാം കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിനെ. കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി തുടങ്ങിയ ഒരു നാടാണ് ഞങ്ങളുടേത്. ദുരന്ത നിവാരണം, അതിനുള്ള തയ്യാറെടുപ്പ് എന്തൊക്കെ പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ പാരാഗ്ലൈഡിംഗ്? ഇല്ല, നടത്തിയിട്ടില്ല. നടത്തണമെന്ന് ആഗ്രഹമുണ്ട്, നടത്തിയിട്ടില്ല. ശരിക്കും ഒരു കുഞ്ഞു സ്വർഗം തന്നെയാണല്ലേ ഈ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത്. സൃഷ്ടിപരമായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നാളെ നല്ലൊരു ഭാവി രൂപപ്പെടുത്താനായിട്ട് ഈ ഗ്രീൻ കേരള ഈ പ്രവർത്തനം ഉപകരിക്കും എന്നാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത്. ഇത് ഭൂമിയൊരേയൊരു ജീവകലാവേദി.
മണ്ണിൽ തെളിവിണ്ണിൽ കരിമൂടിയാകെ നിറഞ്ഞൊരു കാലം, ജീവൻ പിറയോലും ഒരു കെടുകാലം. കുന്നും പുഴമണലും ചെറുനാണയത്തിനു വിറ്റുതുലയ്ക്കും നെഞ്ചിൽ കനിവില്ലാത്തൊരു കളിയല്ലോ. ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിതു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം. ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിതു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം. കുഞ്ഞിക്കാലാനിന്നീ മുറ്റത്തോടുന്നോ കുഞ്ഞുങ്ങൾക്കായി നാം ഈ ലോകം നൽകേണ്ടേ. കുഞ്ഞിക്കാലാനിന്നീ മുറ്റത്തോടുന്നോ കുഞ്ഞുങ്ങൾക്കായി നാം ഈ ലോകം നൽകേണ്ടേ. ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.